ഹായ് ഹലോ. അപ്പം നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മൾ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിനാദ്യമേ തന്നെ നമുക്ക് സോയ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. കാരണം ചെറിയ സോയയാണ് കേട്ടോ, പെട്ടെന്ന് ഇതാവും. അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചു. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാളയും തക്കാളിക്ക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത്, പച്ചമുളക് ഇത് അരിഞ്ഞ് മാറ്റി വെച്ച ശേഷം നമ്മുടെ സോയ തണുത്തു. സോയ എടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ 2-3 വട്ടം കഴുകി ഞെക്കി പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ ചേർക്കേണ്ട പൊടികളെടുക്കാം. മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് വേണ്ടത്. നമ്മൾ പൊടി ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് എടുത്തു. പിന്നെ നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ കടുകിട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മളതൊന്ന് പച്ചമണം മാറിയ ശേഷം നമ്മൾ നമ്മുടെ തേങ്ങാക്കൊത്തിട്ടു. അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ ആയി ഇരുന്നിടം വരെ ഒന്ന് നല്ല വൃത്തിക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായപ്പം നമ്മൾ നമ്മുടെ സവാള ചേർത്തു. സവാള ചേർത്തിട്ട് പെട്ടെന്ന് വാടിയൊരു ഉപ്പ് ചേർക്കുമല്ലോ. അപ്പം നമ്മളതിന് ശകലം ഉപ്പൊക്കെ ചേർത്തിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അതൊന്ന് നല്ല വൃത്തിക്ക് ചെറിയൊരു ബ്രൗൺ കളറാകുന്നതിനും വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ തക്കാളിക്ക് ഇട്ടു ഇളക്കി കൊടുത്തു. അത് ഒന്ന് നല്ല വൃത്തിക്കൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ചേർക്കേണ്ട പൊടികൾ ചേർക്കുകയാണ്. നമ്മൾ സോയയ്ക്ക് മഞ്ഞൾപ്പൊടി ശകലം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഉള്ളിക്കൊക്കെ പിടിക്കാൻ വേണ്ടി ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ പച്ചക്കുരുമുളക് ചതച്ചിട്ടു. നമ്മളത് ഇളക്കി ഒന്ന് ആ പൊടികളെല്ലാം ഒന്നൊരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ സോയ ഇടും കേട്ടോ. സോയ ഇട്ട് ഇളക്കി 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേകണമല്ലോ. നമ്മൾ പകുതി കുക്ക് ചെയ്തല്ലേ എടുത്തത്. അപ്പോൾ ഒന്ന് ശകലം വേകാനുണ്ട്. അപ്പോൾ നമ്മൾ ശകലം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കേട്ടോ. അപ്പോഴത്തേനും അത് വെന്ത് റെഡിയായി. പിന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അത് ഇളക്കി ചെറിയ തീയിലിട്ട് നമ്മൾ ഇളക്കി കണ്ടോ, നല്ല വൃത്തിക്ക് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും സ്വയം ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.